ഹലോ ഗൈസ്, അപ്പം ഞാനവിടെ നിൽക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്ഥലത്ത് വന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഈ വർഷം പ്ലാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. രാവിലെ ഞാൻ ഓഫീസിൽ പോയില്ല, എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ എൻ്റെ കുറച്ച് പരിപാടികൾ, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം നിങ്ങളുടെ അടുത്ത്. അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, വരാൻ നേരത്തും എല്ലാവരും ഉണ്ട്. പക്ഷേ പലരും പല സമയത്ത് പല സ്ഥലങ്ങളിൽ നിൽക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജോബൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരെ സെൻട്രൽ പോയിൻറ്റിൽ വന്നു. അവിടുന്ന് ബസ് എടുത്ത് ഗ്ലോബൽ വില്ലേജ് വന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫസ്റ്റ് എത്തിയത്. ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഞാനിന്ന് ഗ്ലോബൽ വില്ലേജാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ വീഡിയോ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്ലാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ടെങ്കിൽ സന്തോഷം, എന്തൊക്കെയോ ഒരു സന്തോഷം, എനിക്കറിയത്തില്ല. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ, ഇതിൻ്റെ അകം എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ കൊള്ളാം, എനിക്ക് ദൈവം സഹായിച്ച് ഇവിടെ വരാൻ പറ്റിയല്ലോ എന്നൊരു സമാധാനം, സന്തോഷം, അതൊക്കെ കൊണ്ടാണ് നല്ല ഹാപ്പിയാണ്. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ടല്ലോ. ഇത് അങ്ങനെ എക്സൈറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാൻ പോലും അറിയാതെ നാച്ചുറലായിട്ട് വരുന്നതാണ് ഇതൊക്കെ, എനിക്കറിയത്തില്ല. സോ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പോയിൻറ്റിൽ വന്നിട്ട് അവിടുന്ന് എക്സിറ്റ് നമ്പർ 1 മെട്രോയിലാണ് വന്നത്. എന്നിട്ട് അവിടുന്ന് എക്സിറ്റ് നമ്പർ 1 നേരെ ചെല്ലുന്നത് ബസ് സ്റ്റേഷനിലാണ്. അവിടുന്ന് ഗേറ്റ് നമ്പർ 11, അവിടുന്ന് നമുക്ക് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് കിട്ടും. അവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ അപ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും നമ്മൾ. ഇനി ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകണമെങ്കിലും ബാക്കിയുള്ള കാഴ്ചകൾ കാണണമെങ്കിലും എൻ്റെ കൂടെയുള്ള കൂട്ടാളികൾ വരണം. അല്ലാതെ ഇവിടെ വരെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നപ്പോഴത്തേക്ക് അതുങ്ങൾ എന്നെ കൊല്ലാൻ നിൽക്കുകയാണ്. ഇനി അവർ വന്നിട്ട് ഞാൻ ബാക്കിയുള്ള അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കളർ മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ പെങ്കൊച്ച് ഇത് എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എക്സൈറ്റ്മെൻറ്റ് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. നേരത്തെ ഗ്രീൻ കളറായിരുന്നു, ഇപ്പോൾ റോസായി. കുറച്ച് കഴിയുമ്പോൾ ചോമ്പാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഐ എം വെരി ഹാപ്പി. നിങ്ങൾ വരുന്നവരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കളർ മാറുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചോമ്പായി കാണിച്ചാൽ കണ്ട. അപ്പം ഞങ്ങൾ എവിടെയാണ് പറഞ്ഞു നിർത്തി? അതുങ്ങൾ വരുന്നവരെ ഞാൻ ഈ കളർ മാറുന്ന കണ്ടുകൊണ്ടിരിക്കണം. സാരമില്ല, എനിക്ക് അത്രയും സമയം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. സോളോ ആയിട്ട് എനിക്ക് അത്രയും നേരം എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം യെല്ലോ ആയിട്ടാ, യെല്ലോ അല്ല ഗോൾഡൻ കളറായി, ഇപ്പം ഗ്രീനായി. കൊള്ളാം, ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ദുബായിലേക്ക് ഫസ്റ്റ് വരുന്ന സമയത്ത് എൻ്റെ അതായത് എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവരും പോകണമെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ് മിറാക്കിൾ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ. ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി വല്ല അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് അതായത് വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളാണിത്. ഇന്ന് ഇവിടെ വന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ പറഞ്ഞ വാക്കൊന്ന് ആലോചിച്ച് പോയതാണ്. എൻ്റെ കൂടെ വന്നവർ ഇവിടെ എവിടെങ്ങാണ്ട് പാർക്കിങ്ങിലുണ്ട്. ഇപ്പം ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാവങ്ങൾ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ. ഹായ് സാദിഖ്, ഹൗ ആർ യു? ദിസ് ഈസ് സാദിഖ്, മൈ ഡ്രൈവർ. കൊഞ്ചം ലേറ്റ് അടിച്ചു. അയ്യോ, ഇതെന്താ നിങ്ങളുടെ മുടിക്കൊക്കെ എന്താ പറ്റിയത്? പഠിച്ചിറക്കിയ എന്തൊരു വൃത്തിയാണ്. നിങ്ങൾ ചുരിദാറൊക്കെ ഇട്ടോണ്ട് വന്നേക്കുന്നത്. നിങ്ങൾ ഗ്ലോബൽ വില്ലേജിലാണ് വന്നത്, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അനിൽ ചേട്ടൻ അപ്പുറത്തെ സൈഡിലും കണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മളെ കളഞ്ഞു പോയിരിക്കേണ്ടിയിരിക്കുകയാണ്. നോണ്ട ബാക്കിയുള്ളവർ. ഹേയ് ഇമ്രാൻ, ഹായ്. ഒരു ഹായ് പറഞ്ഞ എൻ്റെ വ്ളോഗാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മതി. അത് തന്നെ, എന്താ സുഖല്ലേ? ഇത് റാഹിദ്, ഇത് ഇമ്രാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കച്ചറോ, ഇത് വ്ളോഗാണ്, നാട്ടിൽ മൊത്തം വേണ്ട അങ്ങനെ പറഞ്ഞു. വേണ്ട സാധിക്കേ. അനിൽ ചേട്ടനുണ്ട്, അനിൽ ചേട്ടൻ. നമ്മൾ ഈ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത്. പെർ പേഴ്സണ് 30 ദിർഹമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ ടിക്കറ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. കാരണം സാദിക്കിന് ക്രെഡിറ്റ് കാർഡിൽ എന്തോ ഓഫർ വന്നിട്ട് സാദിക്ക് 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും ബാലൻസ് ടിക്കറ്റ് നമുക്ക്
ഫ്രീ ആയിട്ട് വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം കൂടെ പോകാന്നുള്ള പ്ലാൻ തന്നെ ചെയ്തത്. ഷഫീഖും അർച്ചനയും കൂടെ വരാനുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടും അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതിനിടെ പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അർച്ചനയും ഷഫീഖും വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. കയറുന്നതിന് മുന്നേ എൻട്രൻസിൽ നമ്മുടെ ബാഗേജ് ചെക്കിംഗ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ബാഗേജ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എൻട്രൻസ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ ചെന്ന് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു ഫസ്റ്റ് എങ്ങോട്ട് പോകണമെന്നുള്ളത്. കനി ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഞങ്ങളുടെ വരുന്നത്. ഓൾറെഡി കനി 2 പ്രാവശ്യം കനിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു. അപ്പോൾ കനിയാണ് ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത് എങ്ങോട്ടൊക്കെ ആദ്യം പോകണമെന്നുള്ളത്. സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിനകത്തോട്ടാ പോകുന്നത്. അവരെന്തേ ഗൈഡസ് ഫസ്റ്റ് എവിടെ പോകണമെന്നുള്ളതല്ലേ? കനി ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ? കനി ഇന്ന് നിന്റെ ദിവസമാ. നീ എക്സ്പ്ലെയിൻ ചെയ്ത നീ ആയിരിക്കും ഫുൾ ഇന്ന് വീഡിയോയില്. സ്ട്രൈറ്റ് ഓക്കെ. സോറി ഭയങ്കര കനി വിട്ടടിച്ച് പോവാണ്. ഫുഡ് സ്പോട്ടാ? ആ ഓക്കെ. ടെലിഫോൺ എന്തിനാ പോണേ? ഫോട്ടോ So kachra going telephone box. So kachra going or तो वैसे ही. What is this? ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ തന്നെ ഏകദേശം ഗ്ലോബൽ വില്ലേജിൻ്റെ സീസൺ തീരാറായപ്പോഴാണ് പോയത്. 2 ദിവസവും കൂടെ ഉള്ളായിരുന്നു ഇത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. ആദ്യം തന്നെ ഏത് സ്ഥലം കാണാൻ കാരണമെന്നുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത്. അവസാനം ഞങ്ങളെല്ലാം തുർക്കി കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം കയറിയത്.
പാകിസ്ഥാനി ഡ്രസ്സിൻ്റെ ഏരിയാസാണ് ഇവിടെ. ഓക്കെ, ഫുള്ള് തിളക്കം മാത്രം. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ഇതൊക്കെ മെറ്റീരിയൽ എടുക്കുന്നത്. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഓഫ് ഡ്രസ്സസ്. തുണി 25 ദർഹം അല്ലേ? 25 ദർഹം, 25 30 ദർഹം പറഞ്ഞ് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 25 ആക്കി. അങ്ങനെ ഞങ്ങൾ 6 മീറ്റർ തുണി എത്ര ദർഹത്തിന് വാങ്ങിച്ച്? നമ്മൾ 6 മീറ്റർ എന്തായിരുന്നു സംഭവം? 6 മീറ്റർ തുണി 50 ദർഹത്തിന് ഞങ്ങൾ മേടിച്ചു. അവസാനം ക്ഷയിക്കാനും കൊടുത്തു. പുകയ്ക്കുന്ന എന്തുവാ? ചോളം. ഇതെന്തുവാടാ ഈ സാധനം? ഇവിടെ നിക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോ. ആരോ ഇവിടെ ഉണ്ടെന്നാണ് റാഹിദ് പറയുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഫുഡാണോ? മന്തി 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 മന്തി. കേട്ടോ, റാഹിദിന്റെ ഫ്രണ്ടിന് കിട്ടി. ഹായ്, ഫുഡ് പറ. ഇന്ന് റാഹിദാണ് നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യുന്നത്. റാഹിദാണ് നമ്മൾ ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് റാഹിദ്. ഒരു വ്ളോഗറുടെ കഷ്ടപ്പാട്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? ഫയർ വർക്ക്സ് ഉണ്ട് 9 മണിക്ക്. ഇവിടെ നിന്നാ മതി. കൊള്ളാല്ലേ? നാളെ കിടത്താടാ.
നല്ലൊരു ഫയർ വർക്ക് കണ്ട് ഇനി അടുത്ത കണി പിടിച്ചു. ഇനി അടുത്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ശ്രീലങ്ക, സിറിയ, UAE, ഇനി എന്തൊക്കെ ബംഗ്ലാദേശ്, കുറേ സ്ഥലങ്ങൾ, ജപ്പാൻ, കുറേ സ്ഥലങ്ങൾ, മൊറോക്കോ. മൊറോക്കോ ലിപ്സ്റ്റിക് നീ വാങ്ങിച്ചായിരുന്നോ? മൊറോക്കോ ലിപ്സ്റ്റിക് ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട്. ഇനി ഫയർ വർക്ക് ഒന്നും ഇല്ല അല്ലേ? നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫയർ വർക്ക്. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ശ്രീലങ്ക വന്നിരിക്കുകയാണ്. എവിടെ ഇതെന്തുവാ? ഞാൻ തായ്ലൻഡിൽ പോവാണ്. ഷഫു മസാജ് മസാജ് നേരെ നോക്കി പോയിക്കോ. നിങ്ങളെ തായ്ലൻഡിൽ ഇട്ടിട്ട് പോയെന്ന് കാണുന്നില്ല. ഇവരെന്നെ തായ്ലൻഡിൽ ഇട്ടിട്ട് പോയെന്നാ തോന്നുന്നത്. എല്ലാവരുടെ ഫോണിന്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ജപ്പാനിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വൈൻഡപ്പ് പറയാം, കാരണം ഫോണിന്റെ ചാർജ് എല്ലാവരുടെയും തീർന്നു. മൈ ന്യൂ ബേബി സിംബ. ഗൈസ് നോക്കൂ, ഒരു ബായ് പറയോ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ
വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. This is it. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കരാമയിലോട്ട് വന്നു. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും കഴിക്കണമെന്നുണ്ടായിരുന്നു. ഒരേപോലെയുള്ളൊരു ഓപ്ഷനായിരുന്നു മന്തി കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞങ്ങളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. കേക്കൊക്കെ അവിടെ വെച്ച് തന്നെയാണ് മുറിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കേക്കും കിട്ടി. അപ്പോൾ